ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, മാർത്തോമൻ പൈതൃക സംഗമത്തിൻ്റെ ഭാഗമായി അവബോധ സമിതി വിവിധ ഭാഷകളിൽ ബ്രോഷർ, നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരുടെ സഹകരണത്തോടെ പള്ളികളിൽ ബോധവൽക്കരണ സന്ദേശം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കൊപ്പം വിവിധ കലാസാഹിത്യ വൈജ്ഞാനിക മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നുവല്ലോ. മികച്ച നിലവാരം പുലർത്തുന്ന പ്രസ്തുത മത്സരങ്ങളിൽ 2 ഇനങ്ങൾ പ്രത്യേകം പ്രസ്താവ്യമാണ്. ഗ്ലോബൽ മെഗാ ക്വിസ്, അതുപോലെ തന്നെ ക്രൈസ്തവ പൈതൃക കലാരൂപങ്ങൾ എന്നിവയാണ്. പ്രേക്ഷകർക്കായി ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഈ 2 പ്രോഗ്രാമും പ്രത്യേകമായി സമർപ്പിക്കുന്നതിൽ ബലഹീനനായി എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവുമുണ്ട്. ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ ജോസഫ് മാർ ദീവന്നാസ്യോസ് മെത്രാപ്പോലീത്ത. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഈ ഫെബ്രുവരി മാസം 25-ാം തീയതി നാം നടത്തുന്ന മാർത്തോമൻ പൈതൃക സംഗമത്തിന് മുന്നായി നാം പല പരിപാടികളും നടത്തിയുണ്ടായി. അതിലൊന്ന് ബോധവൽക്കരണം. മാർത്തോമൻ പൈതൃക ബോധവൽക്കരണത്തിന് സഹായമാകുന്ന വിവിധ ഭാഷകളുള്ള ബ്രോഷറുകൾ സൺഡേ സ്കൂൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ പള്ളികളിൽ നടത്തിയ ബോധവൽക്കരണം. അതോടൊപ്പം തന്നെ ഒരു ഗ്ലോബൽ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയുണ്ടായി. 29 ഭദ്രാസനങ്ങളിൽ നിന്ന് ഇന്ത്യക്കകത്തും പുറത്തുമായി ഉള്ള ആളുകൾ അതിൽ സംബന്ധിച്ചു. വളരെ ശ്രദ്ധേയമായിരുന്നു. 2 റൗണ്ടുകൾ അത് ഓൺലൈനായും, അവസാന റൗണ്ട് ദേവലോകത്തെത്തി ആ മത്സരത്തിൽ സംബന്ധിക്കുകയുണ്ടായി. മാർത്തോമൻ അതുപോലെ തന്നെ ഒരു പ്രബന്ധ മത്സരവും ഉപന്യാസ മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. മാർത്തോമൻ പൈതൃക കലകൾ പ്രത്യേകം സിദ്ധമാണ്. അതിലൊന്നാമത് പരിചമുട്ട് കളിയും മാർഗം കളിയും. ഇതെല്ലാം നമ്മുടെ പിൻതലമുറയ്ക്ക് ഓർക്കത്തക്കവണ്ണം സഹായമായി തീരുന്നതാണ്. ഉദ്ധിതനായ കർത്താവിൻ്റെ മുറിപ്പാടിൽ സ്പർശിച്ചുകൊണ്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ നമ്മുടെ സഭാ സ്ഥാപകൻ മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം നമുക്ക് ലഭിച്ചത് മൂലം സത്യവിശ്വാസവും സത്യ ആരാധനയും സ്തുതിജവാകപ്പെട്ട വേദപുസ്തക പരിജ്ഞാനവും പാരമ്പര്യങ്ങളും ഓർക്കുവാൻ തക്കവണ്ണം ഇതെല്ലാം നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിനും നമ്മുടെ തലമുറയുടെ ജീവിതത്തിനും ഇതെല്ലാം സഹായമായി തീരട്ടെ എന്ന് ബലഹീന ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചേർന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലിക്കൊണ്ട് മാർത്തോമൻ പൈതൃക സംഗമത്തോട് അനുബന്ധിച്ച് മലങ്കര സഭയുടെ റിക്കഗ്നൈസൻസ് അവബോധ സമിതി ക്രമീകരിച്ചിരിക്കുന്ന ആഗോള തലത്തിലുള്ളതായ ക്വിസ് മത്സരത്തിൻ്റെ സമാപന പരിപാടി നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെയും വട്ടശ്ശേരി തിരുമേനിയുടെയും മറ്റ് പൂർവികരുടെയും മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചു.
റൗണ്ടിലും വിജയികളായി വന്നിരിക്കുന്ന ടീംസാണ് നമുക്കിവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ നിങ്ങൾ ഓൾറെഡി വിന്നേഴ്സാണ്. ഇന്നത്തത് ആദ്യത്തെ 3 സ്ഥാനക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മത്സരമാണ്. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. നമ്മൾ ക്വിസിന് തന്നിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. ഏറെക്കുറെ അതിനെ ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ക്വിസ് മുഴുവൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിലാണ് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുക. ഒരു റൗണ്ട് ഇംഗ്ലീഷിലുണ്ട്. അതിലെന്തെങ്കിലും ചെറിയ സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരാം. നമുക്ക് 7 റൗണ്ടാണ് ഇന്നത്തെ ക്വിസ് മത്സരത്തിനുള്ളത്. 7 റൗണ്ട്. ഈ 7 റൗണ്ടിൽ ആദ്യത്തെ റൗണ്ട് ഓർഡർ റൗണ്ടാണ്. അതായത് നിങ്ങൾക്ക് തരുന്ന 4 പേര്, ആ 4 പേരെ നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന ക്രമം അനുസരിച്ച് അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പോൾ അതിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ മുതൽ ജി വരെ പോവും. 10 മാർക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യന്. പാസ് ചെയ്താൽ 5 മാർക്ക്. ഓർഡർ റൗണ്ടാണ്. നമ്മൾ ആദ്യത്തെ റൗണ്ട് എ മുതൽ ജി വരെയാണ് പോകുന്നത്. എ ടീമിനോടുള്ള ആദ്യത്തെ ചോദ്യം: സുവിശേഷങ്ങൾ 4. ഈ ഗോസ്പെൽസിനെ അതിൻ്റെ ഓരോ ഗോസ്പെലിലുമുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണം വെച്ച് ഡിസെൻഡിങ് ഓർഡറിൽ നിങ്ങൾ പറയണം. അതായത് ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉള്ളത് ആദ്യത്തത്, അത് കഴിഞ്ഞ് അങ്ങനെ 4. യെസ്, പറഞ്ഞോളൂ. മാത്യു, ലൂക്ക്, ജോൺ, മാർക്ക്. Excellent. Team A gets 10 points. Next question to Team B. The chronological order in which the 4 Gospels were written. അതായത് 4 സുവിശേഷങ്ങൾ അതിൻ്റെ കാലഗണനയ്ക്കനുസരിച്ച്, അത് എഴുതപ്പെട്ട കാലക്രമത്തിനനുസരിച്ചുള്ളത് പറയുക. പിന്നെ ലൂക്കോസ്, പിന്നെ മത്തായി, പിന്നെ യോഹന്നാൻ. ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ടീം സിയിലേക്ക് പോവാം. മർക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. പാസ് ഓൺ ചെയ്തുകൊണ്ട് 5 മാർക്ക് അവിടെ കൊടുക്കുന്നു. ടീം സി ഗെറ്റ്സ് 5 പോയിന്റ്സ്. മർക്കോസിന്റെ സുവിശേഷം എഴുതിയത് 65-ാം AD-യിലാണ്. മത്തായിയുടെ സുവിശേഷം എഴുതിയത് ഏകദേശം 70 AD-യിലും. ലൂക്കോസിന്റെ സുവിശേഷം 70 AD കഴിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 85 AD-യോട് അടുപ്പിച്ചുമാണ് എഴുതിയിട്ടുള്ളത് എന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അടുത്ത 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ടീം സി. 4 പേരുടെ പേര് പറയാം. അവരെ നമ്മൾ 5-ാം തുബദേനിൽ ഓർക്കുന്ന ഓർഡറിൽ നമ്മൾ പറയണം. പ്രസിദ്ധനായ മാർ കൂറിലോസ്, സഹദായിമായ യാക്കോബ്, മാർ ശമോൻ ദസ്തുനി, മാർ യാക്കൂബ് ബുർദാന. വിശുദ്ധ കൂറിലോസ്, ശമോൻ ദസ്തുനി, യാക്കോബ് ബുർദാന. 3 പേരുള്ളൂ. ടീം ഡി പാസിംഗ് ആണ്. ടീം ഡി ക്വസ്റ്റ്യൻ: 5-ാം തുബദേനിൽ പറയുന്ന 4 പരിശുദ്ധന്മാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അവർ ഓർക്കപ്പെടുന്ന ക്രമത്തിൽ, തുബദേനിൽ ഓർക്കപ്പെടുന്ന ക്രമത്തിലാക്കുക. പ്രസിദ്ധനായ മാർ കൂറിലോസ്, സഹദായ യാക്കോബ്, മാർ ശമോൻ ദസ്തുനി, മാർ യാക്കൂബ് ബുർദാന. കൂറിലോസ്, യാക്കോബ് ബുർദാന, മാർ ശമോൻ ദസ്തുനി, യാക്കോബ്. വിശുദ്ധ യാക്കോബ്, വിശുദ്ധ കൂറിലോസ്, മാർ യാക്കോബ് ബുർദാന, മാർ ശമോൻ ദസ്തുനി. Very good. Team E gets 5 points. Now we come to the 4th question. Direct question to Team D. വട്ടശ്ശേരി തിരുമേനിയെ കുറിക്കുന്ന ഇനി പറയുന്ന സംഭവങ്ങൾ കാലക്രമത്തിലാക്കുക. 1, MD സെമിനാരി സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആകുന്നു. 2, അദ്ദേഹത്തെ മലങ്കര മൽപ്പാനാക്കുന്നു. 3, ഷീമയിൽ നിന്നെത്തിയ അബ്ദുള്ള മാർ ഗ്രിഗോറിയോസിന്റെ ദ്വിഭാഷിയായി പ്രവർത്തിക്കുന്നു. 4, അദ്ദേഹം റംബാനായി. ഷമ്മാശനായത് 1876. ടീം ഇ. മലങ്കര മൽപ്പാൻ
MD സെമിനാരി പ്രിൻസിപ്പൾ അബ്ദുള്ള പാതിരേസൻ്റെ ദ്വിഭാഷി റംബാൻ. ടീം എഫ് MD പ്രിൻസിപ്പൽ അബ്ദുള്ള ഗ്രിഗോറിയസിൻ്റെ ദ്വിഭാഷി മലങ്കര മൽപ്പാൻ റംബാൻ. ടീം ജി മലങ്കര മൽപ്പാൻ MD പ്രിൻസിപ്പൽ ഷീമേലിനെത്തിയ മാർ ഗ്രിഗോറിയോസിൻ്റെ ദ്വിഭാഷി റംബാൻ. ടീം എ റംബാൻ MD പ്രിൻസിപ്പൽ അബ്ദുള്ളയുടെ ദ്വിഭാഷി മൽപ്പാൻ. ടീം ബി ആദ്യം ദ്വിഭാഷി അബ്ദുള്ള ഗ്രിഗോറിയോസിൻ്റെയാണ് ദ്വിഭാഷി. രണ്ടാമത് പിന്നെ മൽപ്പാൻ, മൂന്നാമത് MD സെമിനാരി പ്രിൻസിപ്പൽ, നാലാമത് റംബാൻ. എക്സലന്റ്. കറക്റ്റ് ആൻസർ ടു ടീം ബി. 1876 18-ാം വയസ്സിൽ അദ്ദേഹം ദ്വിഭാഷിയായി പ്രവർത്തിച്ചു. 1881 മലങ്കര മൽപ്പാനായി. 1896 MD സ്കൂളിന്റെ പ്രിൻസിപ്പലായി. 1903 റംബാനായി സ്ഥാനം വെച്ചു. അടുത്ത ചോദ്യം ടീം ഇ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിന്റെ വംശാവലിയെ കുറിച്ച് പറയുന്നുണ്ട്. യേശുവിന്റെ വംശാവലിയിൽ പേര് പറഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ 4 പേരുണ്ട്. ഈ 4 പേരിൽ റൂത്ത്, റാഹാബ്, തമാർ, ഊര്യാവിന്റെ ഭാര്യ ബത്ശേബ. ഈ 4 പേരിൽ അവരുടെ കാലക്രമം അനുസരിച്ച് പറയണം. ഏറ്റവും ആദ്യത്തെ ആള്, രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള്, നാലാമത്തെ ആള്. തമാർ, ഊര്യാവിന്റെ ഭാര്യ ബത്ശേബ, റൂത്ത്, രാഹാബ്. താമാർ, രാഹാബ്, രൂത്ത്, ബത്ശേബ. വെരി ഗുഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 10 points ടു ടീം ഇ. ടീം എഫ്. 4 മാർത്തോമാരുടെ പടങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ABCD എന്ന ഓരോരുത്തരെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരിൽ മാർത്തോമാരുടെ കാലഗണന അനുസരിച്ച് നിങ്ങൾ അവരെ ഓർഡറിലാക്കണം. BCAD. എക്സലന്റ്. 10 points ടു ടീം എഫ്. അടുത്ത ചോദ്യം പഴയ നിയമത്തിൽ നിന്നാണ്. മിസ്രൈമിലെ ബാധകളെ കുറിച്ച്, 10 ബാധകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ബാധകളിൽ 4 ബാധകൾ ഞാനിപ്പോൾ പറയും. ഈ 4 ബാധകളെ അതിന്റെ ക്രമത്തിൽ പറയണം. 1, വെട്ടുകിളികൾ വിളവ് നശിപ്പിച്ചു. 2, നിലത്തിലെ പൊടി പേനായി മാറി. 3, തവളകൾ പെരുകി. 4, നായീച്ച ദേശത്ത് നിറഞ്ഞു. ഇവയെ അതിന്റെ ഓർഡറിലാക്കി പറഞ്ഞോളൂ. ടീം ജി. ഒന്നാമത് തവള, രണ്ടാമത് പേൻ, മൂന്നാമത് നായീച്ച, നാലാമത് വെട്ടിക്കിളി. വെരി ഗുഡ്. അഗൈൻ ഡയറക്റ്റ് 10 points ടു ടീം ജി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത റൗണ്ട് ഒരു ഓഡിയോ റൗണ്ടാണ്. സ്കോറിംഗ് പാറ്റേൺ കൊണ്ട് പറയട്ടെ. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ആൾക്ക് 10 പോയിന്റ്, കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ എല്ലാവരും ബസർ റെഡിയാക്കി വെച്ചോളുക. ആദ്യത്തെ ആള് ചോദിക്കുന്ന ആള് പറഞ്ഞില്ല എങ്കിൽ ബസറിൽ ആദ്യം അടിക്കുന്ന ആൾക്ക് പാസ് കിട്ടണ്ട. ഇങ്ങനെ പോവല്ല. അടുത്ത അടിക്കുന്ന ആൾക്ക്, ബസറിൽ ആദ്യം അടിക്കുന്ന ആൾക്ക് ചാൻസ് കിട്ടും. പാസ് ചെയ്യുന്ന കിട്ടുന്ന ക്വസ്റ്റിന് കറക്റ്റ് ആണെങ്കിൽ 5 മാർക്ക്, തെറ്റിപ്പോയാൽ 5 മാർക്ക് നെഗറ്റീവ് മാർക്ക്, 5 മാർക്ക് പോകും. It depends on the trust the principal has in you and the degree of power that he or she allows you to exercise. നമ്മുടെ ചോദ്യം ജിയോടാണ്. നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ജിയിൽ നിന്ന് തുടങ്ങുന്നു. ആരാണ് ഈ സംസാരിച്ച വ്യക്തി? ബാക്കി എല്ലാവരും ബസർ റെഡിയാക്കി വെച്ചോളൂ. പാസ്. ഇതാരാണെന്ന് ഒരു പിടുത്തമില്ല. നമുക്കൊന്ന് കാണിച്ചാലോ ആരാന്ന്? It depends on the trust മലങ്കര of സഭയുടെ power അഭിമാനപുത്രൻ that he or she allows you to exercise. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം എഫ്. തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നൊരു മാതാവിൻ്റെ നിലവിളി, ഈ മാതാവിനെ തേടിയുള്ള രക്ഷകന്റെ തീർത്ഥാടനം. ടീം എഫ് പാസ്. അപ്പൊ ടീം ഇ, നിങ്ങളാണ് ബസർ അടിച്ചത്. ഒരു ടീം മാത്രമേ ബസർ അടിച്ചുള്ളൂ. ടീം ഇ. കാലം ചെയ്ത ഫിലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനി. തെറ്റ്. സക്രിയസ് മാർ തെയോഫിലോസ് തിരുമേനി. സോറി, തെറ്റ് എന്ന് ഞാൻ പറഞ്ഞതിന് ശേഷമാണ്. അല്ലല്ല, ഞാൻ തെറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം. അതിന് മുമ്പായിരുന്നെങ്കിൽ
അത് ബുദ്ധിമുട്ടാണ് മാർക്ക് തരാൻ. ഈ ആഴ്ചയ്ക്കുള്ള പ്രത്യേകത, ഇത് അമ്മമാരുടെ ആഴ്ചയെന്ന പ്രത്യേകമായ പേര് കൊടുക്കുവാൻ സാധിക്കും. തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നൊരു മാതാവിൻ്റെ നിലവിളി. നമ്മൾ കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ബസർ അടിക്കാവൂ. അറിഞ്ഞാൽ നമുക്ക് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യ ഉത്തരം പറഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് കിട്ടും. 2 വാക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമാണ് സകല നന്മകളുടെയും സമ്പത്തിൻ്റെയും ഉറവിടം. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്നു, ഇടം കൈ ചെയ്തത് വലം കൈ അറിയരുത്. മറ്റുള്ളവരിൽ നിന്ന് ഏതെങ്കിലും ഒരു അംഗീകരണമോ സ്തുതിയോ കിട്ടുവാൻ വേണ്ടി ആയിരിക്കരുത് നന്മ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കൊണ്ട് നോക്കാം. ദാനധർമ്മങ്ങളെ കുറിച്ച് 2 വാക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം ഡി. യെസ്. From the schedule, I discovered that I am supposed to speak for an hour and a half. For a professor, it is too much. They are used to teach only for 40 minutes at one time. But as an Orthodox bishop, it is too little. ടീം ഡി അറിയില്ല. ബസർ, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. From the schedule, I discovered that I am supposed to speak for an hour and a half. Now the direct question to team C. Yes. I represent the Christian churches in India. The disciples of Jesus Christ asked him, Yohanan Mar Dioscoros. Allah. Thomas Mar Athanasius. Very good. Correct answer. 5 mark. I represent the Christian churches in India. The disciples of Jesus Christ asked. Next question, direct question to team B. Next. കുറ്റിക്കാട്ടി പൗലോസ് മാർ അത്താനാസിയോസ്. അല്ല. ബസ്. യെസ്. ദിദിമോസ് പ്രഥമൻ ബാവ. അല്ല. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതൊരു കുർബാനയുടെ ഭാഗമാണ്, കുർബാന എഴുന്നള്ളിച്ച് വരുന്ന ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സാർവലൗകികമായിട്ട് ചിന്തിച്ചാൽ മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ആ സിസ്റ്റത്തിൽ ഒരു പുതിയ പ്രതിസന്ധി തന്നെ ആവിർഭൂതമായിട്ടുണ്ട്. ഇൻ ദി കൺസർവിംഗ് ഓഫ് ഹ്യൂമൻ ഹെൽത്ത്. നമുക്കിപ്പോൾ നമ്മുടെ മെയിൻ ലീഡിംഗ് സിസ്റ്റം ഈസ് അലോപ്പതി. അലോപ്പതി ഹാസ് സോ മെനി തിങ്സ് വിച്ച് no other system has been able to accomplish. പല കാര്യങ്ങളും അതിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കാലം ചെയ്ത ബെസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. തെറ്റ്. പൗലോസ് മാർ ഗ്രിഗോറിയോസ്. കറക്റ്റ് ആൻസർ. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ശബ്ദമാണ് കേട്ടത്. സാർവലൗകികമായിട്ട് ചിന്തിച്ചാൽ മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ആ സിസ്റ്റത്തിൽ ഒരു പുതിയ പ്രതിസന്ധി തന്നെ ആവിർഭൂതമായിട്ടുണ്ട്. നമ്മൾ 2 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 7 റൗണ്ടുകളിൽ 2 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. 3ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ജനറൽ റൗണ്ടാണ്. ജനറൽ റൗണ്ട് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ബസറിന്റെ പരിപാടികളൊന്നും ഇല്ലാത്തൊരു റൗണ്ട് എന്നുള്ളതേ ഉദ്ദേശിക്കുന്നുള്ളൂ. 10, 5 മാർക്കുകളാണ്. ഡയറക്റ്റ് ക്വസ്റ്റിന് 10 മാർക്ക്, പാസ് ചെയ്താൽ 5 മാർക്ക്. ഓരോ ചോദ്യത്തിനും 2 ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 ഉള്ളത് ഞാൻ പറയാം. 2 ഭാഗങ്ങളിൽ 2 ഭാഗങ്ങളും കറക്റ്റ് ആക്കുന്നവർക്ക് 10 പോയിന്റ്. പാസ് ചെയ്താൽ അതിന്റെ പകുതി പറഞ്ഞാൽ 5 പോയിന്റ് ഡയറക്റ്റ് ക്വസ്റ്റനിൽ.
അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഭാഗങ്ങളും മുഴുവനായിട്ട് കറക്റ്റ് ആക്കുന്നവരാണെങ്കിൽ 5 പോയിന്റ്, അതിൽ ഒരു ഭാഗം കറക്റ്റ് ആക്കുന്നവർക്ക് 3 പോയിന്റ്. ഗ്രിഗോറിയൻ കലണ്ടർ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിലവിൽ വന്നത് എന്ന് മുതൽ ആ ദിവസത്തിന്റെ അന്നത്തെ പ്രത്യേകത എന്തായിരുന്നു? 1953 മെയ് 14 സ്വർഗാരോഹണ പെരുന്നാൾ ദിവസം. എക്സലന്റ്. മുഴുവൻ പോയിന്റുകളും 10 പോയിന്റ് ടീം എക്ക് ലഭിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം ബി. 2 മുൻ കത്തോലിക്ക പുരോഹിതന്മാരെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിന് സഹകാർമ്മികനായി പരിശുദ്ധ പരിമല തിരുമേനി ഉണ്ടായിരുന്നു. ആരെല്ലാമായിരുന്നു ഈ 2 തിരുമേനിമാർ? ഒന്ന് അൽവാറിസ് മാർ യൂലിയോസ്, 2 റിനീവ്ലാത്തി മാർ തീമോത്തിയോസ്. എക്സലന്റ്. വീണ്ടും ഒരു 10 മാർക്ക് ടീം ബി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം സി നൗ. കൊച്ചിൻ അവാർഡ് എന്താണ്? അത് എന്നായിരുന്നു? മിഷണറിമാരുമായിട്ടുള്ള ബന്ധത്തിലെ മലങ്കര സഭയുടെ സ്വത്ത് വിഭജനം. സ്വത്ത് വിഭജനം, അതിന്റെ സ്വത്ത് വിഭജനം വിഭജനത്തിന്റെ വിധിയാണ്. ഓക്കെ, എന്നായിരുന്നു അത്? 1848. 1840 മാസം തീയതി ഏപ്രിൽ 14. ഏപ്രിൽ 14. 5 പോയിന്റ് തരുന്നു. വേറെ ആരും ഇതിനേക്കാൾ ബെറ്റർ ആൻസർ പറയുന്നില്ല എങ്കിൽ 10 മാർക്ക് തന്നേക്കാം. ടു ടീം ഡി. അറിയില്ല. മലങ്കര സഭയും CMS മിഷണറായിട്ടുള്ള സ്വത്ത് അത് പറഞ്ഞു. 1840 ഏപ്രിൽ 12. ടീം എഫ് ജി. ടീം എ 1840 ഏപ്രിൽ 16. 1840 ഏപ്രിൽ 4. വെരി ഗുഡ്. കറക്റ്റ് ആൻസർ ഏപ്രിൽ 4 അപ്പോൾ 1840 ഏപ്രിൽ 4. അപ്പോൾ 5 പോയിന്റ് ഇവിടെ, 3 പോയിന്റ് ഇവിടെ. അപ്പോൾ സി 5 പോയിന്റ് നേടുന്നു, 3 പോയിന്റ് ടീം ബിക്ക്. അടുത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടീം ഡി. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി സുറിയാനി കുർബാനക്രമം മലയാളത്തിൽ വിവർത്തനം ചെയ്തത് ആരോടൊപ്പം? അങ്ങനെ സമ്പൂർണ്ണ മലയാള കുർബാനക്രമം ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച വർഷം? കോനാട്ട് മാത്തൻ മൽപ്പാനോട്. ഓക്കെ, ആദ്യത്തെ ഉത്തരം. രണ്ടാമത്തത്, ഏത് വർഷമാണ് ആ കുർബാനക്രമം ആദ്യമായിട്ട് അച്ചടിച്ച് വന്നത്? 1903. എക്സലന്റ്. 10 പോയിന്റ് ടീം ഡിക്ക് ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, മേൽപ്പട്ടക്കാരെ തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ അസോസിയേഷൻ കൂടിയത് എന്ന്, എവിടെ വെച്ച്? കോട്ടയം പഴയ സെമിനാരിൽ 1908. എക്സലന്റ്. വീണ്ടും ഒരു 10 പോയിന്റ് ടീം ഇക്ക്. കറക്റ്റായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ടീം എഫിനോടാണ്. കർത്താവിന്റെ ആഹാരം എന്താണെന്നാണ് കർത്താവ് തന്നെ പറയുന്നത്? നിങ്ങൾ അറിയാത്ത ആഹാരം. ടീം ജി. എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് തന്നെ. എൻ്റെ പിതാവിൻ്റെ പ്രവർത്തിക്കുന്നത് തന്നെ. ടീം എ. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം തികയ്ക്കുന്നതാകുന്നു എൻ്റെ ആഹാരം. തന്നെ അയച്ചവൻ്റെ ഇഷ്ടം തികയ്ക്കുന്നതാകുന്നു എൻ്റെ ആഹാരം. കുറച്ചുകൂടി റിഫൈൻ ചെയ്യാനുള്ളത്. വേറെ ആരും അതിൽ നല്ല ആൻസർ പറഞ്ഞില്ലെങ്കിൽ മാർക്ക് തരാം. ടീം ബി. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നതാകുന്നു എൻ്റെ ആഹാരം. ടീം സി. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് എൻ്റെ ആഹാരം. വെരി ഗുഡ്. എക്സലന്റ്. 5 points ടു ടീം സി. അടുത്ത ചോദ്യം, ഡയറക്റ്റ് ചോദ്യം ടു ടീം ജി. ട്രൂത്ത് ട്രയംഫ്സ് ലൈഫ് ആൻഡ് അച്ചീവ്മെന്റ്സ് ഓഫ് മെട്രോപൊളിറ്റൻ മാർ ഡൈനീഷ്യസ് 6 എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്, വർഷം, സന്ദർഭം. രചയിതാവിന്റെ പേര് പറയണം. വർഷമോ സന്ദർഭമോ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം പാത്രിയർക്കീസ് പക്ഷത്തിൽ നിന്ന് കാതോലിക്ക പക്ഷത്തേക്ക് വന്നപ്പോൾ. അല്ല. തിരുമേനിയുടെ ചരമ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ സമയത്ത്. കറക്റ്റ് ആൻസർ. അപ്പൊ 3 മാർക്ക് ബി ടീം ബിക്ക് ലഭിക്കുന്നു. ജിക്ക് 5 മാർക്ക്, ബിക്ക് 3 മാർക്ക്. 3 റൗണ്ട് കഴിഞ്ഞു. നമുക്ക് സ്കോറുകളൊന്ന് കാണാം എല്ലാവരും. മൂന്നാമത്തെ റൗണ്ട് കഴിയുമ്പോൾ സ്കോർ നിലവാരം: ടീം എ 20 പോയിന്റ്, ടീം ബി 31 പോയിന്റ്, ടീം സി 15 പോയിന്റ്, ടീം ഡി 10 പോയിന്റ്, ടീം ഇ 20 പോയിന്റ്,
ടീം എഫ് 5 പോയിന്റ്, ടീം ജി 15 പോയിന്റ്. ഈ റൗണ്ടിന്റെ പേര് അൺറാവൽ റൗണ്ട്. നമ്മൾ ഒരാളെയോ ഒരു സന്ദർഭത്തെയോ അൺറാവൽ ചെയ്യാണ് നമ്മൾ. ഓരോ ക്വസ്റ്റിനും 4 ക്ലൂ ഉണ്ട്. ആദ്യത്തെ ക്ലൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോമൺ ആണ്, ആർക്ക് വേണമെങ്കിലും ബസർ അടിക്കാം. അപ്പോൾ കീപ് യുവർ ഹാൻഡ്സ് റെഡി ഓൺ ദ ബസർ. ആദ്യത്തെ ക്ലൂവിൽ ഉത്തരം കിട്ടിയാൽ 20 പോയിന്റ്, രണ്ടാമത്തെ ക്ലൂവിൽ കിട്ടിയാൽ 15 പോയിന്റ്, മൂന്നാമത്തെ ക്ലൂവിൽ കിട്ടിയാൽ 10 പോയിന്റ്, നാലാമത്തെ ലാസ്റ്റ് ക്ലൂവിൽ കിട്ടിയാൽ 5 പോയിന്റ്. മുളന്തുരുത്തി സുന്നവദോസിന് ശേഷം പാത്രിയാർക്കീസിന്റെ ഔദ്യോഗിക പ്രതിനിധി എന്ന് അവകാശപ്പെട്ട് വന്ന ആദ്യത്തെ വിദേശ മേൽപ്പട്ടക്കാരൻ ശമോൻ മാർ അത്തനാസ്യോസ്. എക്സലന്റ്, ദാറ്റ്സ് എ വെരി ഗുഡ് കറക്റ്റ് ആൻസർ. 20 മാർക്ക് ടീം ബിക്ക്. രണ്ടാമത്തെ ചോദ്യം, വിതയ്ക്കുന്നവനും കൊയ്യുന്നവരും ഒരുമിച്ച് സന്തോഷിക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ ആയാസം കൂടാതെ ഉണ്ടായിട്ടുള്ളത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. ഇത് ഏത് ദിവസത്തെ ഏവങ്കല്യോനാണ്? യെസ്, ടീം എ. ദനഹ പെരുന്നാൾ. എക്സലന്റ്, കറക്റ്റ് ആൻസർ. ദനഹ പെരുന്നാളിന്റെ ഏവങ്കല്യോൻ ആണ്. 20 പോയിന്റ് ടീം എ. മൂന്നാം ചോദ്യം, ഞാൻ മരിച്ചാൽ പന്ന പായിൽ പൊതിഞ്ഞ് കുഴിച്ചിടുകയല്ലാതെ കല്ലറ കെട്ടരുത് എന്ന് പറഞ്ഞ മഹാൻ ആര്? രണ്ടാമത്തെ ക്ലൂയിലേക്ക് പോലോ. ഇദ്ദേഹത്തിന്റെ ജനനം അയർലൻഡിലാണ്. യെസ്, ടീം ഇ. എക്സലന്റ് ആൻസർ. ബിഷപ്പ് പാക്കനാം വാൾഷ് തടാകം ആശ്രമത്തിൽ കബറടങ്ങിയിരിക്കുന്ന തിരുമേനിയാണ്. അദ്ദേഹം അയർലൻഡിൽ നിന്നാണ് വന്നത്. ഇദ്ദേഹം വിശുദ്ധ കുർബാനയ്ക്ക് ഒരു ധ്യാന പഠനം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ആംഗ്ലിക്കൻ ബിഷപ്പായിരുന്നു. 15 പോയിന്റ് ടീം ഇ. സ്നേഹത്തരുവേ നീ പാരം മോദകരം ധന്യം, നീ അധിവാസം ചെയ്യുമിടം ശുഭപൂർണം. ഈ ഗീതം ഏത് ആരാധനയിലേതാണ്? ശുഭുക്കോനോ ശുശ്രൂഷ. എക്സലന്റ് ആൻസർ അഗൈൻ. ശുഭുക്കോനോ ശുശ്രൂഷയിലെ ഗീതമാണ്. അടുത്ത ചോദ്യം, 1911 അബ്ദുള്ള പാത്രിയാർക്കീസ് ബദൽ മലങ്കര മെത്രോപോലിത്തയായി നിയമിച്ച വ്യക്തി? യെസ്, ടീം എഫ്. കൊച്ചുപറമ്പിൽ കൂറിലോസ്. യെസ്, കറക്റ്റ് ആൻസർ. കൊച്ചുപറമ്പിൽ പൗലോസ് മാർ കൂറിലോസ് തിരുമേനി. അദ്ദേഹം പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയോടൊപ്പം മെത്രാനായി വാഴിക്കപ്പെട്ടു. വെട്ടിക്കൽ ദേറായുടെയും പഴയ സെമിനാരിയുടെയും മാനേജറായി പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ടനാട് ഭദ്രാസന മെത്രാപോലിത്ത ആയിരുന്നു. എഫിന് 20 പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ പേര് യഹോവയുടെ അരുളപ്രകാരം യെശയ്യാ 8:3 കാണാം. 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണാം. യെസ്, മഹേർ ശലൽ ഹാഷ്ബസ്. എക്സലന്റ്, വെരി ഗുഡ്, excellent answer. It means swift is the poles, speedy is the plunder. It is the longest word that you can find in the Holy Bible. ബൈബിളിലെ ഏറ്റവും നീളം കൂടിയ വാക്കാണ് മഹേർ ശലാൽ ഹഷ്ബാഷ്. പ്രോഫറ്റ് യെശയ്യ, അതായത് യെശയ്യ പ്രവാചകൻ തന്റെ മകനിട്ട പേരാണ്. അടുത്ത ചോദ്യം, 1990 ഡിസംബർ 13 കാലം ചെയ്ത മലങ്കരയുടെ സഭയുടെ മെത്രാപോലിത്ത? യെസ്, ഡാനിയൽ മാർ ഫീലിക്സിനോസ് തിരുമേനി. വെരി ഗുഡ്, എക്സലന്റ്, കറക്റ്റ് ആൻസർ. ഓമല്ലൂർ വടുതല സ്വദേശിയാണ്. പത്തനംതിട്ട കാതോലിക്ക കോളേജിന്റെ പ്രഥമ പ്രിൻസിപ്പൽ ആയിരുന്നു. പത്തനംതിട്ട ബേസിൽ അരമനയിലാണ് കബറടക്കിയിരിക്കുന്നത്. He was born on Gandhi Jayanti day when Gandhiji was 55 years old. 55 years old. പറയൂ. ലാൽ ബഹദൂർ ശാസ്ത്രി. തെറ്റ്. യെസ്, അടൽ ബിഹാരി വാജ്പേയി. സോറി, ആർക്കും അടുത്ത ക്ലൂ ഒന്നും കേൾക്കണ്ട അല്ലേ? പറഞ്ഞോ. ഒക്ടോബർ 31 അല്ലേ ഗാന്ധി ജയന്തി? അറിയില്ല. അടുത്ത ക്ലൂ ഈ പറഞ്ഞ ആൻസറുകൾ പറഞ്ഞവർക്ക് പറ്റില്ല, അവസരം ഞെക്കവർക്ക് പറ്റില്ല. വാകത്താനം പാത്താമുട്ടത്ത് ജനിക്കുകയും പിന്നീട് ബഡാ ബാബ എന്നറിയപ്പെടുകയും ചെയ്ത, യെസ്,
തെപ്പാനോസ് മാർ തേവാദോസിയോസ് തിരുമേനി. എക്സലന്റ് ആൻസർ, കറക്റ്റ് ആൻസർ, 15 മാർക്ക്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തിനകത്ത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, രണ്ടാമത്തെ മൂന്നാമത്തെ ക്ലൂ ഒക്കെ കേട്ടിട്ട് പറയാം. ഓക്കെ, അദ്ദേഹത്തെ പരിശുദ്ധ ഗീവർഗീസ് സുധിയൻ ബാവയാണ് ഡീക്കനാക്കിയതും പുരോഹിതനാക്കിയതും. അദ്ദേഹം കൽക്കട്ട ഡയസിന്റെ മെത്രാപ്പോലിത്ത ആയിരുന്നു. ഇനി അടുത്ത റൗണ്ട് വിഷ്വൽ റൗണ്ട് ആണ്. ആദ്യത്തെ ചിത്രം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യന് 10 മാർക്ക്, പാസ് ചെയ്താൽ ക്വസ്റ്റ്യന് 5 മാർക്ക്. ഇതാരാണ്? ഇത് ആരുടെ പ്രതിമയാണ്? ക്രിസ്ത്യാനിറ്റിയുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു പ്രതിമയാണ്. കുസ്തുന്തിനോപ്പൊലിസ് ചക്രവർത്തി. വെരി ഗുഡ്, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. കറക്റ്റ് ആൻസർ, 10 പോയിന്റ്. എഡിക്ട് മിലാനൊക്കെ കേട്ടില്ലേ നിങ്ങൾ? അടുത്തത് ഇതാരുടെ ഖബറാണ്? എൽദോ ബാവയുടെ ഖബർ. വെരി ഗുഡ്, എക്സലന്റ്, 10 മാർക്ക്. എൽദോമാർ ബസേലിയോസ് ബാവയുടെ, നമ്മുടെ പ്രഖ്യാപിത പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവയുടെ ഖബറാണ്. കോതമംഗലം ചെറിയ പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന ബാവ തിരുമേനിയുടെ ഖബറാണ്. മൂന്നാമത്തെ ചോദ്യം, ടീം ഇ, ഈ സ്ഥലം എവിടെയാണ്? കുമ്രാൻ ഗുഹകൾ അല്ല, ഡിയിലേക്ക് പാസ് ചെയ്യുന്നു. അറിയില്ല. ടീം സി, ടീം ബി, മൗണ്ട് അല്ല, ടീം എ, മൗണ്ട് ടാബോർ. സോറി, ടീം ജി, മച്ചു പിച്ചു. സിനായ് മല. തെറ്റ്. സിനായ് മല തെറ്റ്. ഇവിടെ നിന്ന് തുടങ്ങിയത് അത് മൗണ്ട് നേബോ ആണ്. നേബോ പർവ്വതമാണ്. ഈ പോയിന്റിൽ നിന്നാണ് യഹോവ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മോശയെ കൂടെ നിർത്തി തന്റെ വാഗ്ദത്ത നാട് മുഴുവൻ കാണിച്ചു കൊടുത്തത്. ഇവിടെ നിന്നാണ് കനാൻ ദേശം മുഴുവൻ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ബോർഡ് വെച്ചേക്കുന്നത്. ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇസ്രായേൽ ഈ ജെറുസലേം ഈ വശത്തേക്ക് ഇത്ര കിലോമീറ്റർ. ഓരോരോ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അവിടെ മാർക്ക് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് യഹോവ മോശയെ തന്റെ വാഗ്ദത്ത നാട് കാണിച്ചു കൊടുത്തത്. അടുത്ത ചോദ്യം ഡി, ഇതെന്താണ് അല്ലെങ്കിൽ എവിടെയാണ്? പാസ് ചെയ്യട്ടെ. ടീം സി അറിയില്ല. ടീം ബി, ചർച്ച് ഓഫ് നേറ്റിവിറ്റി ബെത്ലഹേം. വെരി ഗുഡ്, ചർച്ച് ഓഫ് നേറ്റിവിറ്റി, ബസിലിക്ക ഓഫ് നേറ്റിവിറ്റി ബെത്ലഹേം. യേശു ജനിച്ച സ്ഥലത്ത് അവിടെ പണിതിരിക്കുന്ന പള്ളിയിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റി ആണത്. എക്സലന്റ്, 5 പോയിന്റ് ടീം ബിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതാരാണ്? നമുക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു മനുഷ്യനാണ്. ഇതാരാണ്? പാസ് ചെയ്തോട്ടെ. യെസ്, ടീം ബി, ഹെർമൻ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ട്, കറക്റ്റ് ആൻസർ. ടീം ബിക്ക് 5 പോയിന്റ്. ഹെർമൻ ഗുണ്ടറിനെ പറ്റി കൂടുതൽ പറയണോ? വേണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ആളാണ് ഹെർമൻ ഗുണ്ടർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതാരാണ്? ടീം ബി, പൗലോസ് മാർ ഗ്രിഗോറി. രണ്ടുപേരുടെ പൗലോസ് ദിദിയൻ ബാവയാണോ പൗലോസ് മാർ ഗ്രിഗോറിയോസ് ആണ്? ഇതിലേലും ഒരാളാ. പൗലോസ് മാർ ഗ്രിഗോറിയോസ്. ടീം എ, പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. പൗലോസ് ദിദിയൻ ബാവ തിരുമേനിയുടെ ചെറുപ്പകാലമാണ് ആ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഐക്കൺ ഓഫ് തിയോട്ടോക്കോസ്, അതായത് കന്യാകുമാരിയാമിന്റെ ഐക്കണോഗ്രഫിയാണ്. ഇത് ആരാണ് പെയിന്റ് ചെയ്തത്? വിശുദ്ധ ഐറേനിയോസ്. പാസ്. കറക്റ്റ് ആൻസർ, 5 പോയിന്റ്. വിഷ്വൽ റൗണ്ട് അവസാനിക്കുകയാണ്. 6ാമത്തെ റൗണ്ട് ജനറൽ റൗണ്ട് ആണ്. ഇത് ഇംഗ്ലീഷിലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടീം എ റെഡി ആണല്ലോ? The practice of foretelling the future by interpreting a randomly chosen passage from a book, especially the Bible. അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുന്നതിന് മുമ്പ് ബൈബിൾ ഒന്ന് തുറന്നു നോക്കി നല്ലതാണോ ചീത്തയാണെന്നൊക്കെ നോക്കൂലേ, അല്ലേ? പലപ്പോഴും അങ്ങനെ ചെയ്യുന്ന കണ്ടുണ്ട്. ഇതുപോലെ ബൈബിൾ തുറന്നു നോക്കി പ്രവചനങ്ങൾ നടത്തുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. ആ പ്രാക്ടീസിന്റെ പേരെന്ത്? അതിന് ഇംഗ്ലീഷ് പേര് പറഞ്ഞാൽ മതി. ഹഗിയോഗ്രാഫ്. നോ, അല്ല. ടീം സി, ഇതിന്റെ പേര് ബിബ്ലിയോമാൻസി എന്നാണ്. അടുത്ത ചോദ്യം, ടീം ബി, ഇസ്രായേൽസ് ഡിഫൻസ് സ്ട്രാറ്റജി ഓഫ് മാസീവ് റിറ്റാലിയേഷൻ
with nuclear weapons as the last resort against a country whose military has invaded and or destroyed much of Israel. അതായത് ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു വലിയ ഭാഗം പിടിച്ചെടുത്തു, അല്ലെങ്കിൽ ഇനി രക്ഷയില്ല എന്ന് തോന്നുമ്പോൾ ന്യൂക്ലിയർ ഓപ്ഷൻ ഉപയോഗിക്കാൻ ഉള്ള സ്ട്രാറ്റജിയുടെ പേര്, ഇപ്പൊ നമ്മൾ ഇസ്രായേലും ഹമാസും ഒക്കെ ഉള്ള യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്ട്രാറ്റജിയുടെ പേരെന്താണ്? ഞങ്ങൾ നശിച്ചാൽ ലോകം മുഴുവൻ നശിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഒരു മനുഷ്യനും രക്ഷപ്പെടരുത്. എന്താണ് ആ സ്ട്രാറ്റജിയുടെ പേര്? ടീം സി, ടീം ഡി, സാംസൺ സ്ട്രാറ്റജി. വെരി ഗുഡ്, എക്സലന്റ്. സാംസൺ ഓപ്ഷൻ. നിങ്ങൾക്ക് സിംസോനെ അറിയില്ലേ? സിംസോന്റെ കഥ അറിയില്ലേ? എങ്ങനെയാണ് സിംസോൻ മരിക്കുന്ന സമയത്ത് ഞാൻ മരിച്ചാലും ബാക്കിയുള്ളവരെല്ലാം കൊന്നിട്ടേ പോകുള്ളൂ, അല്ലേ? ഇറ്റ്സ് കോൾഡ് ദ സാംസൺ സ്ട്രാറ്റജി. വെരി ഗുഡ്. സിംസോൺ സ്ട്രാറ്റജി. വെരി ഗുഡ്, എക്സലന്റ്. ദ സാംസൺ ഓപ്ഷൻ. മൂന്നാമത്തെ ചോദ്യം, ടീം സി. An edition of the Holy Bible was published in 1631 by Robert Barker and Martin Lucas, the royal printers in London, meant to be a reprint of the King James Bible. There was a grave mistake in that Bible made by the composition of the Bible. In the 10 Commandments, in Exodus 20:14, the word not was omitted from the sentence, thou shalt not commit adultery. So what it read was, thou shalt commit adultery in the 10 Commandments. This version of the King James Bible, this version of the Bible is available in 9 copies across the world in collectors with the collectors. What is this Bible called? പണ്ട് 1631 റോബർട്ട് ബാർക്കറും മാർട്ടിൻ ലൂക്കാസും, അതായത് അവരുടെ റോയൽ പ്രിന്റേഴ്സ് ആയിരുന്നു, അവർ കിങ്സ് ജെയിംസ് വേർഷൻ ബൈബിളിന്റെ പ്രിന്റ് എടുത്ത സമയത്ത് കമ്പോസിഷനിൽ ഒരു ചെറിയ തെറ്റുപറ്റി. നോട്ട് എന്നുള്ള വാക്ക് വിട്ടുപോയി. ദൗ ഷാൽ നോട്ട് കമ്മിറ്റ് അഡൾട്ടറി എന്നുള്ളിടത്ത് ദൗ ഷാൽ കമ്മിറ്റ് അഡൾട്ടറി എന്ന് വന്നുപോയി. ആ ബൈബിൾ അറിയപ്പെടുന്നത് എന്തായിട്ടാണ്? പാസ്. യെസ്, പാസ്. ടിൻഡെയിൽ വെർഷൻ. ടിൻഡെയിൽ, വില്യം ടിൻഡെയിൽ. അല്ല, പാസ്. പാസ്. ടീം എ. അഡൾട്ടറസ് വേർഷൻ, അഡൾട്ടറസ് ബൈബിൾ. എക്സലന്റ്. അഡൾട്ടറസ് ബൈബിൾ. അതിന് 3 വാക്ക്, അത് 3 തരത്തിലാണ് പറയാറുള്ളത്. ഒന്നിൽ സിന്നാസ് ബൈബിൾ, സിന്നാസ് ബൈബിൾ എന്നറിയപ്പെടാറുണ്ട്, ദ വിക്കഡ് ബൈബിൾ എന്നറിയപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ദ അഡൾട്ടറസ് ബൈബിൾ എന്നറിയപ്പെടാറുണ്ട്. എക്സലന്റ്. 5 points to team A. Next direct question to team D. സെക്കുലർ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? When was the term secular added in the preamble of the Indian Constitution? ഏത് അമെൻമെന്റ്, ഏത് കൊല്ലം? രണ്ടിൽ ഏത് പറഞ്ഞാലും മതി. When was the term secular added in the preamble to the Indian Constitution? ഏത് അമെൻമെന്റ് അല്ലെങ്കിൽ ഏത് വർഷം? രണ്ടും പറയുകയാണെങ്കിൽ വളരെ അത് പോസൈഡ്. ടീം ഇ. 42nd amendment. Very good, excellent. Team E gets 5 points. The 42nd amendment on December 6, 1976. എമർജൻസിയുടെ സമയമായിരുന്നു. ആ സമയത്ത് ഒരു വളരെ മാസീവ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിരുന്നു. അതിൽ കൊണ്ടുവന്നതാണ് സെക്കുലർ എന്ന് പറയുന്ന പദം ഇന്ത്യയുടെ പ്രിയാമ്പിളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തത് ടീം ഇ. അമേരിക്കൻ നോട്ടുകളുടെ അല്ലെങ്കിൽ ഡോളറുകളുടെ മുകളിൽ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് കണ്ടിട്ടുണ്ടോ? ഇൻ ഗോഡ് വി ട്രസ്റ്റ്. അത് അമേരിക്കയുടെ മോട്ടോ ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ മോട്ടോ ആണ്. ഇൻ ഗോഡ് വി ട്രസ്റ്റ് ഈസ് ദ ഒഫീഷ്യൽ മോട്ടോ ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. It was adopted by the US Congress in 1956, replacing e pluribus unum, അതായത് ഔട്ട് ഓഫ് മെനി വൺ എന്നുള്ള അത് മാറ്റിയിട്ട് അവർ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നാക്കി. that has been the motto ever since of the United States of America. പക്ഷേ there is one more country in the world which has in God we trust എന്ന മോട്ടോ ഉള്ളത്. Which is that country? In God we trust എന്ന മോട്ടോ ഉള്ള വേറൊരു രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലാതെ. ടീം ഇ. യെസ്, ടീം ഇ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എൽ സാൽവഡോർ. അല്ല. ടീം എഫ്. ടീം ജി. അർമേനിയ. നോ. ടീം എ. Dominican Republic. Team B. Nicaragua is a correct answer. Nicaragua is a correct answer.
That is in Spanish, en Dios conformes and that is the largest country in the Central Americas. You are an extraordinary man, said Bonsley. You are exactly the kind of person that the Prime Minister Nehru is looking for. ആരെക്കുറിച്ചാണ് ബോൺസ്ലെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് പറഞ്ഞത്? ബോൺസ്ലെ അന്നത്തെ ക്യാബിനറ്റ് മന്ത്രിയാണ്, നെഹ്റുവിൻ്റെ ക്യാബിനറ്റിലെ. അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒക്കെ കൂടെ യുദ്ധത്തിൽ പോയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരാളോട് പറയുന്നു, യു ആർ എൻ എക്സ്ട്രാ ഓർഡിനറി മാൻ, യു ആർ എക്സാക്ട്ലി ദ ടൈപ്പ് ഓഫ് പേഴ്സൺ ദാറ്റ് പ്രൈം മിനിസ്റ്റർ നെഹ്റു ഈസ് ലുക്കിംഗ് ഔട്ട് ഫോർ യു. ആരെക്കുറിച്ച് പറഞ്ഞു? എന്തുകൊണ്ടാണ് പറഞ്ഞത്? സർദാർ പട്ടേലിനെ കുറിച്ചോ? നെക്സ്റ്റ്. KR നാരായണൻ. ടീം എ KR നാരായണൻ. ടീം ബി, ടീം സി, ടീം ഡി, ടീം ഇ വിക്രം സരാഭായ്. നമ്മളെന്തിനാ വെളിയിലൂടെ പോന്നെ? നമ്മുടെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ചാണ് പറഞ്ഞത്. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ എത്യോപ്യൻ ചക്രവർത്തിയായ ഹെയ്ലി സലാസെ അദ്ദേഹം പ്രൈം മിനിസ്റ്ററെ കണ്ടപ്പോൾ, നെഹ്റുവിനെ കണ്ടപ്പോൾ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, അന്ന് തിരുമേനി ആയിട്ടില്ല, തിരുമേനിയെ, അദ്ദേഹത്തെ, അച്ഛനെ എൻ്റെ കൂടെ എത്യോപ്യയിലേക്ക്, എൻ്റെ ടീമിലേക്ക് ആയിട്ട് വിടണം എന്നാണ്. അദ്ദേഹത്തോട് സംസാരിക്കുവാനായി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ഈ സംഭാഷണം ഉണ്ടായത്, ബോൺസ്ലെ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ഈ സഭയിൽ നിന്ന് ഇപ്പോൾ വിട്ടു വരാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. നെഹ്റു പറഞ്ഞത്, രാജ്യങ്ങൾ തമ്മിലുള്ള എന്തും ചെയ്തു തരാം, ഒരാളെ വിടാനായിട്ട് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ബോൺസ്ലെയെ വിട്ടത്. ബോൺസ്ലെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോട് സംസാരിച്ചത്. അതിനുശേഷം ബോൺസ്ലെ പറഞ്ഞു, നിങ്ങളെപ്പോലെ ഉള്ളവരെയാണ് നെഹ്റുവിന് ആവശ്യം. കുട്ടികളുടെ ഒരു വലിയ പ്രോജക്റ്റ് നേഷൻ വൈഡായിട്ട് നടത്തുവാനായി താങ്കൾ ഞങ്ങളുടെ കൂടെ വരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, സഭയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടതുണ്ട്, വരാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടീം ജി. വേർ ആർ സെന്റ് മേരീസ് ഐലൻഡ്സ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ? സെന്റ് മേരീസ് ദ്വീപുകൾ ഇന്ത്യയിൽ എവിടെയാണുള്ളത്? എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇമ്പോർട്ടൻസ് എന്തെങ്കിലും പറയാം, രണ്ടിലേത് പറഞ്ഞാലും മതി. പാസ്. എ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ടീം ബി ഉടുപ്പി. ഉടുപ്പിയോ? ഉടുപ്പിക്ക് അടുത്തല്ലേ? ഐ തിങ്ക് ഐ ഷുഡ് ഗീവ് ദാറ്റ് ആൻസർ ടു ഹെർ. ഉടുപ്പിക്ക് അടുത്ത്, കർണാടകയിലെ ഉടുപ്പിക്ക് അടുത്തുള്ള 4 ഐലൻഡുകളാണ് സെന്റ് മേരീസ് ഐലൻഡ്സ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? അപ്പാരിഷൻ ഓഫ് സെന്റ് മേരി. അല്ല, അവിടെയാണ്, അവിടെ അതൊരു യുണീക്ക് ലാവ ഫോർമേഷൻസ് കൊണ്ടുണ്ടായിട്ടുള്ള ദ്വീപാണ്. അവിടെയാണ് വാസ്കോഡ ഗാമ കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചെന്നിരുന്നു എന്നും അവിടെ കുരിശ് നാട്ടി എന്നും അവിടെ മദർ മേരിയുടെ പേരിൽ പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിന് സെന്റ് മേരീസ് ഐലൻഡ്സ് എന്ന് പേരിട്ടിരിക്കുന്നത്. വാസ്കോഡ ഗാമ നമുക്കറിയാം, കാപ്പാട് വന്നു, 1498 ഇവിടെ വന്നിരുന്നു നമുക്കറിയാം. അതിനു മുമ്പ് സെന്റ് മേരീസ് ഐലൻഡ്സിൽ നിന്നാണ് ഇത് ഇവിടെ വന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ പലയിടത്തും വായിക്കുന്നത്. 5 points ടു ടീം ബി. അപ്പോൾ നമ്മൾ 6 റൗണ്ട് കഴിഞ്ഞു. ഇനി ഒരൊറ്റ റൗണ്ടേ ഉള്ളൂ, റാപ്പിഡ് ഫയർ. 10 ക്വസ്റ്റ്യൻ, 50 മാർക്ക്. 2 മിനിറ്റ് സമയം, 2 മിനിറ്റ് സമയം, 10 ക്വസ്റ്റ്യൻ, 50 മാർക്ക്. നമുക്ക് നമ്മുടെ സ്കോർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് 91 പോയിന്റോട് കൂടി ടീം ബി, 90 പോയിന്റോട് കൂടി ടീം എ, മൂന്നാം സ്ഥാനത്ത് ടീം എഫ് 55 പോയിന്റ്, ടീം ഇ 45, ടീം ജി 25, ടീം സി 15, ടീം ഡി 10. റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ആണ്. 2 മിനിറ്റ് സമയമുണ്ട്. ടൈമർ പ്ലീസ്. 10 ക്വസ്റ്റ്യൻ, 2 മിനിറ്റിനുള്ളിൽ എത്ര ചോദ്യങ്ങൾക്ക് ആൻസർ പറയാമോ അത്രയും പോയിന്റ്. അറിയില്ല എങ്കിൽ പാസ് ചെയ്തേക്കുക, ആലോചിക്കാൻ സമയം എടുക്കരുത്. ഓരോ ടീമിനോടും 10 ചോദ്യം വീതമാണ്. 80 ചോദ്യങ്ങൾ വരും ഇവിടെ. ഒരാൾക്ക് പരമാവധി 10 ക്വസ്റ്റ്യൻ കിട്ടും, അല്ലെങ്കിൽ പരമാവധി 2 മിനിറ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10 കന്യകമാരുടെ ഉപമ പറയുന്ന ഏക സുവിശേഷം? ലൂക്കോസിന്റെ സുവിശേഷം. തെറ്റ്. യൂഫ്രട്ടീസ് നദിയുടെ വേദപുസ്തക നാമം? ഫ്രാത്ത്. കറക്റ്റ് ആൻസർ. ഏറ്റവും പ്രായം കൂടിയ ശിഷ്യൻ? പത്രോസ്. കറക്റ്റ്. ഉദയംപേരൂർ സുന്നതദോസ് വിളിച്ചു കൂടിയത് ആര്? അലക്സിസ് ഡെമനസിസ്. കറക്റ്റ്. എപ്പിപ്പാനിയോസ് എന്ന വാക്കിനർത്ഥം? പ്രകാശം വരുത്തുന്നവൻ. കറക്റ്റ്. സെറാംപൂർ കോളേജ് സ്ഥാപിച്ചത് ആര്? വില്യം കേറി. കറക്റ്റ്.
സമശിക്ഷണ സുവിശേഷങ്ങളിൽ അല്ലാത്തത് യോഹന്നാൻ. കറക്റ്റ്. ശൗലിന്റെ ജന്മസ്ഥലം റോമ. തെറ്റ്. ശമര്യക്കാരി സ്ത്രീയുമായി യേശു സംഭാഷിച്ച സ്ഥലം സുക്കാർ താഴ്വര. കറക്റ്റ്. മലങ്കര സഭയുടെ 1934 ഭരണഘടനയുടെ എത്രാമത്തെ വകുപ്പ് അനുസരിച്ചാണ് ഇടവകയെ വാർഡുകളാക്കി തിരിക്കാമെന്ന് പ്രതിപാദിക്കുന്നത്? തെറ്റ്. വെരി ഗുഡ്. എത്ര മാർക്ക് കിട്ടി? 35 മാർക്ക് കിട്ടിയിരിക്കുന്നു. ഒന്ന് കൈയടിച്ചു കൊടുക്കുക. ടീം എഫ് റെഡിയാണോ? റെഡിയല്ലേ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിലത്തിൽ അറിയാതെ മുളച്ചു വരുന്ന വിത്തിനെ കുറിച്ചുള്ള ഉപമ പറയുന്ന സുവിശേഷം? ലൂക്കോസിന്റെ സുവിശേഷം. തെറ്റ്. മോശയുടെ പിൻഗാമി? യോശുവ. കറക്റ്റ്. ഏറ്റവും പ്രായം കുറഞ്ഞ ശിഷ്യൻ? യോഹന്നാൻ. കറക്റ്റ്. മലങ്കര റീത്ത് 1930 രൂപം കൊണ്ടപ്പോൾ മലങ്കര സഭ വിട്ടുപോയ മാർ ഇവാനിയോസിനൊപ്പം കത്തോലിക്ക സഭയിൽ ചേർന്ന തിരുമേനി ആര്? തെയോഫിലോസ്. യാക്കോബ് മാർ തെയോഫിലോസ്. കറക്റ്റ്. പോളികാർപ്പസ് എന്ന വാക്കിനർത്ഥം? ചുരുണ്ട രോമമുള്ളവൻ, സുന്ദരൻ. പോളികാർപ്പസ്. വെല്ലൂർ മെഡിക്കൽ മിഷൻ തെറ്റാണെന്നാണ് എൻ്റെ നോട്ടിൽ. വെല്ലൂർ മെഡിക്കൽ മിഷൻ ആശുപത്രി സ്ഥാപിച്ചതാര്? ജോർജ് മുള്ളർ. തെറ്റ്. ഉപമകൾ കൂടുതലുള്ള വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ അധ്യായം 13. കറക്റ്റ് ആൻസർ. ഖുറൈനയുടെ ഇപ്പോഴത്തെ പേര്? ലിബിയ. കറക്റ്റ്. ശൗലിന്റെ ഗുരു? ഗമാലിയൽ. കറക്റ്റ്. മത്യാസിന്റെ എതിർ സ്ഥാനാർത്ഥി? യോസഫ്. കറക്റ്റ്. 35 പോയിന്റ്. ടീം എഫ്. ടീം ഇ. നല്ല ശമരിയക്കാരന്റെ ഉപമ പറയുന്ന ഏക സുവിശേഷം? ലൂക്കോസ്. കറക്റ്റ്. കാഹളം ഊതിയപ്പോൾ ഇടിഞ്ഞു വീണ കോട്ട? ഇരിഹോ. കറക്റ്റ്. സ്വാഭാവിക മരണം പ്രാപിച്ച സ്ലീഹൻ? സ്ലീഹ. കറക്റ്റ്. പഴയ സെമിനാരി സ്ഥാപകൻ? പുലിക്കോട്ടിൽ ഒന്നാമൻ ദിവനാസിയോസ് രണ്ടാമത്, പുലിക്കോട്ടിൽ ഒന്നാമൻ. കറക്റ്റ്. മക്കാരിയോസ് എന്ന വാക്കിനർത്ഥം? പാസ്. ത്രിത്വം എന്ന വാക്ക് എത്ര പ്രാവശ്യം ബൈബിളിൽ കാണപ്പെടുന്നു? 1. തെറ്റ്. നെക്സ്റ്റ്. മർക്കോസിന്റെ സുവിശേഷം എഴുതിയ ഭാഷ? അറമിക്. അല്ല, തെറ്റ്. ആദ്യം സാക്ഷ്യമരണം പ്രാപിച്ച സ്ലീഹ? അന്ത്രോസ്ലീഹ. തെറ്റ്. ശൗലിനെ സ്നാനപ്പെടുത്തിയ ആൾ? അനനിയാസ്. കറക്റ്റ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥത്തിലുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കണമെന്ന് പ്രവചിച്ച ആൾ? കറക്റ്റ്. എത്ര പോയിന്റ് കിട്ടി? 30 മാർക്ക് കിട്ടിയിരിക്കുന്നു. വെരി ഗുഡ്. ടീം ഡി. താലന്തുകളുടെ ഉപമ പറയുന്ന ഏക സുവിശേഷം? ലൂക്കോസ്. തെറ്റ്. ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികം മരണസമയത്ത് കൊന്നവൻ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ശിംശോൻ. തെറ്റ്. ചുങ്കക്കാരനായ കർത്തൃശിഷ്യൻ? മത്തായി. കറക്റ്റ്. മലങ്കരയിൽ ആദ്യമായി വന്നു ചേർന്ന അന്ത്യോക്യൻ പാത്രിയർക്കീസ്? പത്രോസ് തൃതീയ. കറക്റ്റ്. തെയോഫിലോസ് എന്ന വാക്കിന്റെ അർത്ഥം? ദൈവത്തിന്റെ സ്നേഹിതൻ. കറക്റ്റ്. ദൈവം മർക്കോസിന്റെ മാതാവ്? അറിയില്ല. പത്രോസ് ഉയർപ്പിച്ച സ്ത്രീ? യായിറോസിന്റെ ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ലഭിച്ച സ്ഥലം? അന്ത്യോക്യ. കറക്റ്റ്. ഇസ്രായേലിന്റെ മിസ്രയീം പ്രവാസകാലം എത്ര വർഷമായിരുന്നു? മലങ്കരയിൽ ആദ്യമായി പരിശുദ്ധ മൂറോൻ കൂദാശ നടത്തിയ പൗരസ്ത്യ കാതോലിക്ക? തെറ്റ്. അപ്പൊ എത്ര പോയിന്റ് ഉണ്ട്? 20 പോയിന്റ്. 20 പോയിന്റ്. ടീം സി റെഡിയാണോ? റെഡി? മുടിയനായ പുത്രന്റെ ഉപമ പറയുന്ന ഏക സുവിശേഷം? ലൂക്കോസ്. കറക്റ്റ്. കരുണയുടെ പ്രവാചകൻ? ഹോശേയ. കറക്റ്റ്. ജീവനോടെ തൊലി ഉരിച്ചതിന് ശേഷം തലകീഴായി ക്രൂശിക്കപ്പെട്ട സ്ലീഹ? ബർത്തലോമായി. കറക്റ്റ്. മുളന്തുരുത്തി സുന്നോദോസ് വിളിച്ചു കൂട്ടിയതാര്? പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ്. പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ്. കറക്റ്റ്. ക്ലീമീസ് എന്ന വാക്കിനർത്ഥം? പാസ്. പത്രോസിനാൽ കാതറക്കപ്പെട്ട മഹാപുരോഹിതന്റെ ദാസൻ? മർക്കോസ്. കറക്റ്റ്. പത്രോസ് സൗഖ്യമാക്കിയ തളർവാദ രോഗി? ഐനയാസ്. കറക്റ്റ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എത്ര പ്രാവശ്യം യേശു ശിഷ്യന്മാരുടെ പക്കൽ വന്നു? 3. കറക്റ്റ്. ശലോമോന്റെ കാലത്ത് വിലയില്ലാതിരുന്ന ലോഹം ഏത്? വെള്ളി. വെരി ഗുഡ്. മലബാറിലെ ക്രിസ്ത്യാനികളെ അനേക നാൾ ഭരിച്ചിരുന്ന ക്രിസ്ത്യൻ രാജാക്കന്മാർ ഏത് രാജവംശമായിരുന്നു? വില്യാർവട്ടം. കറക്റ്റ്. എത്ര പോയിന്റ് കിട്ടി? 45. വാവ്, 45 പോയിന്റ് കിട്ടിയിരിക്കുന്നു. നൗ കമ്മിങ് ടു ടീം ബി. ഇനി നിങ്ങൾ തമ്മിലാണ് മത്സരം. 1 പോയിന്റ്. ആവേശകരമായ ഒരു ഫൈനലിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ? 90-91. ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ജയാപജയങ്ങളെ തീരുമാനിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ടീം ബി റെഡിയാണല്ലോ? 2 മിനിറ്റ് 10 ക്വസ്റ്റ്യൻ. ഫലം കായ്ക്കാത്തതിനെ കുറിച്ച് സംസാരിക്കുന്ന ഏക സുവിശേഷം? മർക്കോസ്. തെറ്റ്. നീതിയുടെ പ്രവാചകൻ? ഹോശേയ. തെറ്റ്. ഗലീലക്കാരനല്ലാത്ത ഏക കർത്തൃശിഷ്യൻ? ഇസ്കരിയോത്ത യൂദ. കറക്റ്റ്. മുളന്തുരുത്തി സുന്നോദോസിന് ശേഷം ഉടനെ രൂപീകരിക്കപ്പെട്ട ഭദ്രാസനങ്ങൾ ഏതൊക്കെ?
7 ഭദ്രാസനങ്ങൾ, അതായത് ഫൈൻ. കൂർലോസ് എന്ന വാക്കിനർത്ഥം മുന്തിരി അല്ല, തെറ്റ്. സ്ലീഹന്മാരെ വധിക്കുന്നതിനെതിരെ ന്യായവാദം നടത്തിയ പരീശൻ ഫെലിക്സ്, തെറ്റ്. 4 സുവിശേഷങ്ങളിലും പറയുന്ന ഏക അത്ഭുതം 5 അപ്പം കൊണ്ട് 5000 പേരെ. കറക്റ്റ്. സന്തോഷത്തിന്റെ ലേഖനം എന്നറിയപ്പെടുന്ന ലേഖനം, തെറ്റ്. അവന്റെ എന്നേക്കുമുള്ളത് എന്ന് 25 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ബൈബിളിലെ അധ്യായം ഏത്? 136 സങ്കീർത്തനം. വെരി ഗുഡ്, കറക്റ്റ്. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ എഴുത്തുകൾക്ക് ചരിത്രകാരനായ ഇസഡം പാറയിട്ട് നൽകിയ പേര്? നിത്യാക്ഷരങ്ങൾ. കറക്റ്റ്. എത്ര പോയിന്റ് കിട്ടി? 25 പോയിന്റ്. ഫൈനൽ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ടീം എ. പുതിയ വീഞ്ഞും പഴയ തുരുത്തിയും എന്ന ഉപമ കാണാത്ത ഏക സുവിശേഷം? യോഹന്നാൻ. കറക്റ്റ്. ആമോസിന്റെ ജന്മസ്ഥലം? തെക്കോവ. കറക്റ്റ്. മാർത്തോമ എന്ന പൗരാണിക സ്ഥാനനാമം സ്വീകരിച്ച കാതോലിക്ക? മാത്യൂസ് പ്രഥമൻ. സേവരിയോസ് എന്ന വാക്കിനർത്ഥം? പാസ്. ഏറ്റവും അധികം മോഷ്ടിക്കപ്പെട്ടുള്ള പുസ്തകം? ബൈബിൾ. കറക്റ്റ്. യൂദയ്ക്ക് പകരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആൾ? മത്തിയാസ്. അവനോടുകൂടെ മരിക്കേണ്ടതിന്റെ നാമം പോക എന്ന് പറഞ്ഞ ശിഷ്യൻ? തോമസ്. ആനപ്പാപ്പിയുടെ മുഴുവൻ പേരും വീട്ടുപേരും? വർക്കി വർഗീസ്, നെടുമ്പ്രം. തിരുവല്ല കാരക്കൽ പണിക്കർ വീട്ടിൽ വർക്കി വർഗീസ്. എനിവേ, അതിന് പകുതി മാർക്ക് കൊടുക്കായിരിക്കും അല്ലേ? 1931 മലങ്കര സന്ദർശിച്ച അന്ത്യോക്യൻ പാത്രിയർക്കീസ്? ഏലിയാസ് തൃതീയൻ. പൗലോസ് ഉയർപ്പിച്ച ആൾ? യോത്തിക്കോസ്. വെരി ഗുഡ്. ടീം ഡി 30, ടീം ജി 60, ടീം സി 60 ടൈ ആണ്. ടീം ഇ 75, ടീം എഫ് 90 മാർക്കോടുകൂടി 3-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ടീം ബി 116 മാർക്കോടുകൂടി 2-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ടീം എ 127.5 മാർക്കോടുകൂടി 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ടീം എ ഡോക്ടർ ബിജു തോമസ് ആൻഡ് ഷീബ മാത്യൂസ് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. 2-ാം സ്ഥാനം വർഗീസ് ജോൺ ആൻഡ് ഐറീൻ അന്ന വർഗീസ്. 3-ാം സ്ഥാനം ഡെറിൻ രാജു ആൻഡ് അബിൻ രാജു. ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഡോക്ടർ ബിജു. ഞാനൊരു ഫിസിഷ്യനാണ്. സൺഡേ സ്കൂളിൻ്റെ മുൻ ഇൻസ്പെക്ടറൊക്കെ ആയിരുന്നു. ഇപ്പോൾ സൺഡേ സ്കൂളിൽ 12ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. സൺഡേ സ്കൂൾ പുസ്തകം വായിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയത് കേട്ടോ. എൻ്റെ വൈഫ് ഷീബ, ഞങ്ങൾ രണ്ടുപേരും 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെ റാങ്ക് ഹോൾഡേഴ്സാണ് സൺഡേ സ്കൂളിൽ. സൺഡേ സ്കൂളാണ് ഞങ്ങളുടെ എല്ലാം വിജയത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണം. ഞാനൊരു ഫിസിഷ്യനാണ്, ഡയബറ്റോളജിസ്റ്റാണ്. എൻ്റെ വൈഫ് ടീച്ചറാണ്. ബഥനി ബാലിയാമഠ സ്കൂളിൽ +2 ഇംഗ്ലീഷ് പഠിപ്പിക്കും. മാവേലിക്കര ഭദ്രാസനത്തിൽ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് കാരിച്ചാൽ ആണ് എൻ്റെ ഇടവക. ഞാൻ തോട്ടപ്പുഴ മാർ ഗ്രിഗോറിയോസ് ഇടവകയെ പ്രതിനിധീകരിച്ചാണ് വന്നത്. ഞാനും എൻ്റെ മകളാണ് ഐറിന്. SB കോളേജിൽ MSc ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. സൺഡേ സ്കൂള് 12ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞതാണ്. എന്തായിരുന്നാലും നല്ല ഒരു സംവിധാനമായിരുന്നു, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മലയാള മനോരമയിലെ എഡിറ്റോറിയൽ വിഭാഗത്തിലെ ചീഫ് റിസർച്ചർ എന്നുള്ള പോസ്റ്റിലാണ്. ഡിസംബർ 31 തീയതി ഔപചാരികമായി വിരമിച്ചു. ഇപ്പോൾ എക്സ്റ്റൻഷനിലാണ്. എൻ്റെ പേര് ഡെറിൻ രാജു. ഇത് അനിയനാണ് എബിൻ രാജു. നമ്മുടെ 2 റൗണ്ടും വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പോഴത്തെ റൗണ്ടും അതുപോലെ തന്നെ. ഞാൻ പാത്താമുട്ടം സെയിൻറ്റ് കിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പഠിപ്പിക്കുകയാണ്. ഞാനും സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു. 3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് മലങ്കര സഭാ ഭരണഘടന, ചരിത്രം, രേഖകൾ, ഭേദഗതികൾ. 2ാമത്തെ മലങ്കര സഭാ തർക്കം, എന്താണ് സത്യം. മലങ്കര സഭ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ, ചരിത്രം, രേഖകൾ. ഞങ്ങൾ ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ പുത്തങ്കാവ് സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ആൻസിൽ എബ്രഹാം. എൻ്റെ കൂടെയുള്ളത് ബേസ്റ്റി മാത്യു. ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നു. പുള്ളി SB കോളേജിൽ ഇംഗ്ലീഷിൽ പഠിക്കുന്നു. ഞങ്ങൾ നിരണം ഭദ്രാസനത്തിൽ നിന്ന് വരുന്നു. മല്ലപ്പള്ളി സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് പാതിക്കാട് പള്ളിയിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നു. ഞാൻ ഹൗസ് വൈഫായിട്ട് ജോലി ചെയ്യുന്നു. ആലീസ് തോമസ്, പുന്നവേലി സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് ചർച്ചിൽ നിന്ന് വരുന്നു, ഹൗസ് വൈഫ്. കാരണം ഞങ്ങൾ തുമ്പമൺ ഭദ്രാസനത്തിൽ സെൻറ്റ് ആൻ്റണീസ് ഓർത്തഡോക്സ് വല്യപള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ കൂടെ വന്നത് എൻ്റെ സിസ്റ്ററാണ്. ഞാൻ 10 പഠിക്കുന്നു. എൻ്റെ ചേച്ചി +2 പഠിക്കുന്നു. ഈ ക്വിസിലൊക്കെ പങ്കെടുക്കാൻ പ്രചോദനമായത് സൺഡേ സ്കൂൾ തന്നെയാണ്. ഞങ്ങൾ അടൂർ കടമ്പനയുടെ ഭദ്രാസനത്തിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് അലീന. ഇതിൻ്റെ പള്ളിയിലുള്ള ആൻറ്റിയാണ്. ഷീല രാജു. ഞാൻ BSc ഫൈനൽ ഇയർ കാതോലിക്ക കോളേജിൽ പഠിക്കുന്നു. വളരെ നല്ല ക്യൂസായിരുന്നു. ICT എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ആവേശം അവസാന നിമിഷം വരെ നിറഞ്ഞു നിന്ന ഒരു മത്സരമായിരുന്നു, സംശയമൊന്നുമില്ല. എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും.
ദൈവം അനുഗ്രഹിക്കട്ടെ. മാർത്തോമൻ പൈതൃക സംഗമത്തോടനുബന്ധിച്ചാണ് ഈ ക്വിസ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ വലിയ ഈവൻറ്റ് മാർത്തോമൻ പൈതൃക സംഗമം ഫെബ്രുവരി 25-ാം തീയതിയാണെന്നറിയാം. തീർച്ചയായും മാർത്തോമൻ പൈതൃകത്തിൻ്റെയും ഈ പ്രധാന നാഴികക്കല്ലുകളുടെയും ഒരു പ്രചാരകരായി, അതിൻ്റെ ഒരു വിജ്ഞാനം പകരുന്ന ഒരു സ്രോതസ്സുകളായി ഇടവക തലത്തിലും നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ തലങ്ങളിലുമൊക്കെ പ്രവർത്തിക്കാൻ നിങ്ങൾ അങ്ങനെ ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട്. മാർത്തോമൻ പൈതൃക സംഗമത്തിൻ്റെ ഒരു പ്രാധാന്യം, അവിടെ ഓർക്കുന്ന വിഷയങ്ങളുടെ ഒരു പ്രചാരകരായി ലേഖനം എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ, പ്രസംഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, സംസാരങ്ങളിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, സൺഡേ സ്കൂളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവിടെ മത്സരങ്ങൾ സംഘടിപ്പിക്കാമെങ്കിൽ അങ്ങനെ, ഇതിനോട് കൂടുതൽ കാര്യക്ഷമമായി ഊർജ്ജസ്വലമായി നേതൃത്വപരമായ ഒരു നിലപാടും സമീപനവും സ്വീകരിക്കണമെന്ന് എല്ലാ മത്സരാർത്ഥികളോടും അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒന്നാം സമ്മാനം 50,000 രൂപ, സെക്കൻഡ് പ്രൈസ് 25,000 ആൻഡ് തേർഡ് പ്രൈസ് 10,000. ഈ ക്യാഷ് അവാർഡുകൾ ഉൾപ്പെടെയുള്ള പ്രധാന സമ്മാനങ്ങൾ അതെല്ലാ മത്സരങ്ങളും പൂർത്തിയായതിനു ശേഷം ഒരു മഹത്തരമായ ഒരു വലിയ സമ്മേളനം വിളിച്ചുകൂട്ടി ഈ സമ്മാനങ്ങൾ എല്ലാം പൊതുവായി നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് സർട്ടിഫിക്കറ്റുകൾ പങ്കെടുത്ത എല്ലാ ടീമുകൾക്കുമുള്ളത്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നേടിയ ടീമുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ഇന്ന് വിതരണം ചെയ്യുന്നു. പിന്നിൽ പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ഇന്നത്തെ ഫൈനൽ ക്വിസ് മാസ്റ്ററിൽ നിന്ന് തുടങ്ങുകയാണ്. ടിജു സാറിനെ പരിചയപ്പെടുത്തേണ്ടതില്ല, പരിചയപ്പെട്ട് കഴിഞ്ഞു. എങ്കിലും നമ്മുടെ കൃതജ്ഞതയുടെ ഭാഗമായി നമുക്കൊരു ബിഗ് ക്ലാപ്പ്. ഹി ഡിസേർവ്സ് ഇറ്റ്. ഇന്നത്തെ ദിവസം മുഴുവൻ പല ദിവസങ്ങളും ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ചിലവഴിച്ചു. ഇതിൻ്റെ കൺവീനർമാരായി പ്രവർത്തിച്ചത് പ്രധാനമായും 2 പേരാണ്. ഒന്ന് ഡോക്ടർ ചിക്കു എബ്രഹാം, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പലാണ്. വളരെ റിസോഴ്സ്ഫുള്ളായിട്ടുള്ള പേഴ്സണാണ്. സഭാകാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സമയവും അദ്ദേഹത്തിൻ്റെ അറിവും, പ്രത്യേകിച്ച് സാങ്കേതിക അറിവ് അദ്ദേഹം നല്ലവണ്ണം ഇതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഡോക്ടർ ചിക്കു എബ്രഹാം. മൂന്നാമതായി ബഹുമാനപ്പെട്ട കൊച്ചേരി സാർ, മുൻ പ്രിൻസിപ്പലാണ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ. അതോടൊപ്പം തന്നെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിലും അതിൻ്റെ ഒരു കണ്ടൻറ് വൈസ്, ടെക്നിക്കൽ സൈഡ് അല്ല, കണ്ടൻറ് വൈസ് കൊച്ചേരി സാറിൻ്റെ സംഭാവന വളരെ വലുതാണ്. അടുത്തതായിട്ട് ചെറിയാൻ സാറിനെ പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ക്വിസ് ഒരു നടത്തിപ്പിൻ്റെ ഘട്ടം വന്നപ്പോഴാണ് ചെറിയാൻ സാർ ഞങ്ങളോടൊപ്പം ചേരുന്നത്. പക്ഷേ ചെറിയാൻ സാർ വളരെ ഇൻസൈറ്റ്ഫുള്ളാണ്. ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ചുരുങ്ങിയ വാക്കിൽ വലിയ ദർശനം നൽകാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. സാറ് കൂടെ വന്നതോടുകൂടി വളരെ എളുപ്പമായി, ഞങ്ങൾക്കൊക്കെ എളുപ്പമായി. അങ്ങനെ സാറിൻ്റെ നേതൃത്വം വളരെ വലുതാണ്. സൺഡേ സ്കൂളിൽ സാറിൻ്റെ സേവനത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ചെറിയാൻ സാറ് ആണ് അടുത്തതായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി. മറ്റ് ഈ ക്വിസുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക്കലി പറയുമ്പോൾ ഒരിക്കലും ഈ ഒരു ഗ്ലോബൽ ലെവലിൽ നടന്ന മത്സരം പല തട്ടുകളായി നടത്തുകയും, പ്രത്യേകിച്ച് ആദ്യത്തെ ലെവൽ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പരീക്ഷ നടത്തുന്ന പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോമാണ് ആദ്യത്തെ 2 ഇതിനും ഉപയോഗിച്ചത്. എങ്ങനെ നടത്തുമെന്നൊന്നും സാധാരണ ഈ സാങ്കേതിക ജ്ഞാനമില്ലാത്ത ഞങ്ങൾക്കൊക്കെ അത്ഭുതമായിരുന്നു. പക്ഷേ വളരെ സോഫ്റ്റ് ആൻഡ് സൈലൻ്റായി, വളരെ കോൺഫിഡൻ്റായി ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും, പക്ഷേ ഈ മത്സരങ്ങളുടെ തലേന്നൊന്നും രാത്രി 12-നും 1 മണിക്കും ഒക്കെ വരുൺ സാർ ഉറങ്ങിയിട്ടില്ല. അദ്ദേഹം അതിൻ്റെ വളരെ സാങ്കേതികത ഒരു പരാതിയില്ലാതെ ഭംഗിയായി നിർവഹിച്ചത് ബഹുമാനപ്പെട്ട വരുൺ സാറാണ്. അദ്ദേഹത്തോട് ഉള്ള നന്ദി. അടുത്തതായി കോശി ജോൺ, യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനാണ്. ഒരേ പള്ളിയിലെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററും അസിസ്റ്റൻ്റ് ഹെഡ് മാസ്റ്ററും. ആ സൺഡേ സ്കൂളിൻ്റെ ഒരു ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇവർ 2 പേരാണ്. പ്രത്യേകിച്ച് കോശി സാറിനോടുള്ള നന്ദി ഇവിടെ പറയുകയാണ്. നമ്മുടെ ബസർ സംവിധാനം ഏർപ്പെടുത്തിയത്, ഇതൊന്ന് ഇൻ്ററാക്റ്റീവ് ആക്കാനും ഒക്കെ അത് സഹായിച്ചു. അങ്ങനെ ബസർ സംവിധാനം ബിച്ചു ആണ് ഏർപ്പെടുത്തിയത്. പുറകിലിരുന്ന് ആ കാര്യം കൃത്യമായി നിർവഹിച്ചത് അദ്ദേഹമാണ്. അതോടൊപ്പം തന്നെ കോഗ്നിസൻസ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങൾ, നമ്മുടെ ബേസിക് കമ്മിറ്റി, പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് നിയമിച്ച ആ ബേസിക് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട കോശി ഉമ്മൻ സാറ് കാർത്തിയപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ്. അദ്ദേഹം കോഗ്നിസൻസ് കമ്മിറ്റിയുടെ, പ്രത്യേകിച്ച് നമ്മുടെ ഉപന്യാസ മത്സരത്തിൻ്റെ പ്രത്യേക ചുമതല അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തോടുള്ള സന്തോഷം അറിയിക്കുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ സന്തോഷമുണ്ട്. ബഹുമാന്യനായ ജോ എലഞ്ഞിമൂട്ടിൽ കോഗ്നിസൻസ് സമിതിയിൽ അംഗമാണ്. അദ്ദേഹം എസ്എ അവരൊരുമിച്ചാണ് അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. സാറ് നരണം ഭദ്രാസനത്തിലെ അംഗമാണ്. മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. ജോ എലഞ്ഞിമൂട്ടിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിനും വലിയ സന്തോഷമുണ്ട്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന ടീം എ, ഡോക്ടർ ബിജു തോമസ് ആൻഡ് ഷീബ മാത്യൂസ്.
നമ്മുടെ ഗ്ലോബൽ മെഗാ ക്യൂസിൽ 2ാം സ്ഥാനം ടീം ബി ശ്രീ വെർഗീസ് ജോൺ, ഐറീൻ അന്ന വർഗീസ്. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ടീം എഫ് ഡെറിൻ രാജു ആൻഡ് അബിൻ രാജു. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ശ്രീമതി ആലിസ് തോമസ് ആൻഡ് സാറാമ ചെറിയ, ഷീല രാജു ആൻഡ് അലീന മിറിയം സാബു, ആൻസിൽ ജി എബ്രഹാം, എബസ് ടി മാത്യു, അലൻ ബിജു ആൻഡ് അബിയ അന്ന ബിജു.